ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് നീട്ടിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച അറിയിച്ചു. ഈ തീരുമാനം രണ്ട് രാജ്യങ്ങൾക്കിടയിലെ സംഘർഷം കുറയ്ക്കാനും പ്രദേശത്ത് സമാധാനം ഉറപ്പാക്കാനും സഹായകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കാലയളവിൽ ഇസ്രായേലിന്റെയും ലെബനന്റെയും നേതാക്കൾ അമേരിക്കയിലെ വൈറ്റ് ഹൌസിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. വൈറ്റ് ഹൌസിൽ നടന്ന ഒരു പ്രധാന യോഗത്തിന് ശേഷമാണ് വെടിനിർത്തൽ നീട്ടാനുള്ള തീരുമാനമെടുത്തത്. ഈ യോഗത്തിൽ ഇസ്രായേലിന്റെയും ലെബനന്റെയും ഉന്നത പ്രതിനിധികൾ പങ്കെടുത്തു. ചർച്ചകൾ വളരെ ഫലപ്രദമായിരുന്നുവെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും സമാധാനത്തിലേക്ക് നീങ്ങാനുള്ള താൽപര്യം കാണിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കുന്നതിന് ഹിസ്ബുള്ളയുടെ സ്വാധീനം കുറയ്ക്കേണ്ടത് അനിവാര്യമാണെന്ന് ട്രംപ് പറഞ്ഞു. ഇതിനായി ഇറാൻ ഹിസ്ബുള്ളയ്ക്ക് നൽകുന്ന സാമ്പത്തിക സഹായം നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും ഭാവിയിൽ സമാധാനം നിലനിർത്തുന്നതിനും സഹായകരമാകുമെന്നാണ് അമേരിക്കയുടെ നിലപാട്. യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ട്രംപ് ഈ ചർച്ച വളരെ മികച്ചതായിരുന്നുവെന്നും ലെബനൻ രാജ്യത്തെ ഹിസ്ബുള്ളയിൽ നിന്ന് സംരക്ഷിക്കാൻ അമേരിക്ക സഹായിക്കുമെന്നും ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് നീട്ടിയിരിക്കുകയാണെന്നും പറഞ്ഞു. ഈ ചർച്ചയിൽ അമേരിക്കയുടെ മറ്റ് പ്രധാന നേതാക്കളും പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് JD വാൻസ്, വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, ഇസ്രായേലിലെ US അംബാസിഡർ, ലെബനനിലെ US അംബാസിഡർ മിഷേൽ ഈസ് എന്നിവരും യോഗത്തിലുണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് സമാധാന ശ്രമങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. ട്രംപ് അടുത്തിടെ മറ്റൊരു പ്രധാന പ്രഖ്യാപനവും നടത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺസിനെയും വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കൂടിക്കാഴ്ച ചരിത്രപരമായ ഒരു അവസരമൊരുക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇസ്രായേലിന്റെയും ലെബനന്റെയും നേതാക്കളെ വൈറ്റ് ഹൌസിൽ സ്വീകരിക്കാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ ചർച്ച സമാധാനത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഏപ്രിൽ 16-ന് ആദ്യമായി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. അതിനുശേഷം ചില ദിവസങ്ങളിൽ സമാധാനപരമായിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും ആക്രമണങ്ങൾ നടന്നതോടെ സ്ഥിതി ഗുരുതരമായി. ബുധനാഴ്ച നടന്ന ഒരു ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. ഇവരിൽ ഒരു മാധ്യമപ്രവർത്തകയും ഉണ്ടായിരുന്നു. ഹിസ്ബുള്ളയുടെ നിലപാട് ഈ വിഷയത്തിൽ ശ്രദ്ധേയമാണ്. ഹിസ്ബുള്ള MP ഹസൻ ഹസ്തുള്ള പറഞ്ഞത് പ്രകാരം ഇസ്രായേൽ എല്ലാ നിബന്ധനകളും പാലിക്കുന്നുവെങ്കിൽ വെടിനിർത്തൽ തുടരുന്നതിന് പിന്തുണയ്ക്കാമെന്ന്. എന്നാൽ ഇസ്രായേലുമായി നേരിട്ട് ചർച്ച നടത്താൻ തങ്ങളില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ലെബനൻ സർക്കാർ ഇസ്രായേലുമായി നേരിട്ടുള്ള ആശയവിനിമയം ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അവരുടെ നിലപാടനുസരിച്ച് ചർച്ചകൾ അന്താരാഷ്ട്ര മധ്യസ്ഥയിലൂടെ മാത്രമേ നടത്താവൂ. മാർച്ച് 2-നാണ് നിലവിലെ സംഘർഷം ശക്തമായത്. അന്ന് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം ആരംഭിച്ചു. ഇതിന് മറുപടിയായി ഇസ്രായേൽ ശക്തമായ സൈനിക നടപടി സ്വീകരിച്ചു. തുടർന്നുണ്ടായ ആക്രമണങ്ങളിൽ ലെബനയിൽ വലിയ നാശനഷ്ടം സംഭവിച്ചു. ഇതുവരെ ഏകദേശം 2500 പേർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിൽ സാധാരണ ജനങ്ങളും ഉൾപ്പെടുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. ആയിരക്കണക്കിന് ആളുകൾ വീട് വിട്ട് പോകേണ്ടി വന്നു. ഈ സാഹചര്യത്തിലാണ് വെടിനിർത്തൽ വളരെ പ്രധാനമാകുന്നത്. ഇത് സാധാരണ ജനങ്ങൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം നൽകുന്നു. ആളുകൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ അവസരം ലഭിക്കുന്നു. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള ബന്ധം ഏറെക്കാലമായി സംഘർഷഭരിതമാണ്. പല നൂറ്റാണ്ടുകളായി ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടതായി കാണപ്പെടുന്നു. ഇരു രാജ്യങ്ങളും നേരിട്ട് ചർച്ചയിലേക്ക് കടക്കുന്നത് വലിയ മാറ്റത്തിന്റെ സൂചനയാണ്. ഇത് ഭാവിയിൽ സമാധാനത്തിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയും പലർ പ്രകടിപ്പിച്ചു. ഈ മാസം ആദ്യം 10 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം സ്ഥിതി കുറച്ചുകൂടി ശാന്തമായിരുന്നു. എന്നാൽ പൂർണ്ണമായി സമാധാനം കൈവരിക്കാൻ അത് മതിയായിരുന്നില്ല. ഇതിനാലാണ് ഇപ്പോൾ വെടിനിർത്തൽ കൂടി 3 ആഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നത്. ഈ സമയത്ത് കൂടുതൽ ചർച്ചകൾ നടത്താനും സ്ഥിരമായ ഒരു പരിഹാരം കണ്ടെത്താനും ശ്രമിക്കും. അമേരിക്ക ഈ വിഷയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മധ്യസ്ഥയിലൂടെ ഇസ്രായേലിനെയും ലെബനനെയും ഒരുമിച്ച് ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. ട്രംപ് വ്യക്തമാക്കിയതുപോലെ സമാധാനം ഉറപ്പാക്കാൻ അമേരിക്ക എല്ലാവിധ സഹായവും നൽകുമെന്ന്. ലെബനൻ രാജ്യത്തെ ശക്തിപ്പെടുത്താനും അവരെ സംരക്ഷിക്കാനും അമേരിക്ക തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ നീക്കങ്ങളെല്ലാം കൂടി നോക്കുമ്പോൾ അടുത്ത കുറച്ച് ആഴ്ചകൾ വളരെ നിർണായകമായിരിക്കും. വെടിനിർത്തൽ പാലിക്കപ്പെടുമോ, ചർച്ചകൾ വിജയകരമാകുമോ എന്നത് ലോകം മുഴുവൻ ശ്രദ്ധയോടെ നോക്കുകയാണ്. സമാധാനം എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നല്ല. പക്ഷേ ഇത്തരം ശ്രമങ്ങൾ തുടർന്നാൽ ഒരു ദിവസം സ്ഥിരമായ സമാധാനം സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള ഈ പുതിയ നീക്കങ്ങൾ അതിന്റെ ആദ്യപടിയായിരിക്കും. ജനങ്ങൾക്ക് സുരക്ഷയും സമാധാനം ലഭിക്കുമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ നീട്ടിയിരിക്കുന്നത് ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അവസരം ശരിയായി ഉപയോഗിച്ചാൽ ഭാവിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.